PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 23 നടക്കാനിരിക്കുന്ന എക്സാമിന് വേണ്ടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ നിന്നും സോഫ്റ്റ്വെയർ ആണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ ഹാർഡ്വെയർ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് മെമ്മറി ഡിവൈസസ്. ഇന്ന് പഠിക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിൻ്റെ ഫങ്ഷൻസും എക്സാമ്പിളും, അതുപോലെ പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഈ ഒരു എക്സാമിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സോഫ്റ്റ്വെയർ എന്താണ്? സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ നമ്മൾ പഠിച്ചതാണ്. നമുക്ക് കാണാനും തൊടാനും കഴിയുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളാണ് ഹാർഡ്വെയർ. ഹാർഡ്വെയർസിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് CPU. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനോ തൊടാനോ കഴിയില്ല. അത് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. പ്രോഗ്രാംസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്: സിസ്റ്റം സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആദ്യത്തേത് സിസ്റ്റം സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും ആയ സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർസിന് ഉദാഹരണങ്ങളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അസംബ്ലർ, കമ്പൈലർ, ഇൻ്റർപ്രറ്റർ. സിസ്റ്റം സോഫ്റ്റ്വെയർസിന് ഉദാഹരണങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇൻ്റർപ്രറ്റർ, അസംബ്ലർ, കമ്പൈലർ. രണ്ടാമത്തേത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ഫങ്ഷൻസായ പ്രൊട്ടക്ഷൻ, കോൺഫിഗറേഷൻ, ഓപ്റ്റിമൈസേഷൻ എന്നീ ഫങ്ഷൻസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ഫങ്ഷൻസ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ, കോൺഫിഗറേഷൻ, ഓപ്റ്റിമൈസേഷൻ എന്നീ ഫങ്ഷൻസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസിന് ഉദാഹരണങ്ങൾ ആൻറ്റിവൈറസ്. നമുക്കറിയാം വൈറസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആൻറ്റിവൈറസ് എന്തിന് ഉദാഹരണമാണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. ആൻറ്റിവൈറസ്, കോൺഫിഗറേഷൻ ടൂൾസ്, ഡിസ്ക് ടൂൾസ് ഇതെല്ലാം യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങളാണ്. മൂന്നാമത്തെ ടൈപ്പ് സോഫ്റ്റ്വെയറാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ്. ഒരു സ്പെസിഫിക് ഫങ്ഷൻസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. ഇതിനെ എൻഡ് യൂസർ സോഫ്റ്റ്വെയർസ് എന്നും പറയുന്നു. എൻഡ് യൂസർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഏത് സോഫ്റ്റ്വെയർ ആണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. വേഡ്, എക്സൽ, ടാലി, ഫോട്ടോഷോപ്പ് ഇങ്ങനെയുള്ള പ്രത്യേക ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എല്ലാം ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് ഉദാഹരണങ്ങളാണ്. സോഫ്റ്റ്വെയറും 3 ടൈപ്പ് സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ പഠിച്ചത്. സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. 3 തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്: സിസ്റ്റം സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഉദാഹരണങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇൻ്റർപ്രറ്റർ, അസംബ്ലർ, കമ്പൈലർ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ബേസിക് ഫങ്ഷൻസ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ, ഒപ്റ്റിമൈസേഷൻ, കോൺഫിഗറേഷൻ എല്ലാം ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ആൻറ്റിവൈറസ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ഫങ്ഷൻസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയറിൽ വരുന്നത്. അടുത്തത് സിലബസിൽ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫങ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് പ്രത്യേകം സിലബസിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം: കൺട്രോൾ ഓവർ സിസ്റ്റം പെർഫോമൻസ്,
ഒന്നാമത്തേത് കൺട്രോൾ ഓവർ സിസ്റ്റം പെർഫോമൻസ്. 2 ഇൻ്റർഫേസ് ബിറ്റ്വീൻ അതർ സോഫ്റ്റ്വെയർസ് ആൻഡ് യൂസർ. ഇൻ്റർഫേസ് ബിറ്റ്വീൻ അതർ സോഫ്റ്റ്വെയർസ് ആൻഡ് യൂസർ. ജോബ് അക്കൗണ്ടിങ്. ജോബ് അക്കൗണ്ടിംഗ് എന്ന് വെച്ചാൽ ഒരു ടാസ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളാണ് ഇൻവോൾവ് ചെയ്യേണ്ടത് എന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് തീരുമാനിക്കുന്നത്. ഇതിനെയാണ് ജോബ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. 4 എറർ ഡിറ്റക്ഷൻ. 5 സെക്യൂരിറ്റി. 6 മെമ്മറി മാനേജ്മെൻറ്റ്. 7 പ്രോസസ് മാനേജ്മെൻറ്റ്. 8 ഡിവൈസ് മാനേജ്മെൻറ്റ്. ഈ 8 ഇങ്ങനെ തന്നെ ഓർത്തിരിക്കണം. ഒന്നാമത്തേത് കൺട്രോൾ ഓവർ സിസ്റ്റം പെർഫോമൻസ്. 2 ഇൻ്റർഫേസ് ബിറ്റ്വീൻ അതർ സോഫ്റ്റ്വെയർസ് ആൻഡ് യൂസർ. 3 ജോബ് അക്കൗണ്ടിംഗ്. 4 എറർ ഡിറ്റക്ഷൻ. 5 സെക്യൂരിറ്റി. 6 മെമ്മറി മാനേജ്മെൻറ്റ്. 7 പ്രോസസ് മാനേജ്മെൻറ്റ് ആൻഡ് 8 ഡിവൈസ് മാനേജ്മെൻറ്റ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം 3 തരത്തിലുണ്ട്. സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്നാൽ ഒരേ സമയം ഒന്നിൽ കൂടുതൽ പേർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരേ സമയം ഒന്നിൽ കൂടുതൽ പേർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരേ സമയം ഒന്നിൽ കൂടുതൽ CPU ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരേ സമയം ഒന്നിൽ കൂടുതൽ CPU ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ്. വിൻഡോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ്. വിൻഡോസിൻ്റെ പ്രത്യേകത എന്താണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അത് ലൈസൻസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആദ്യത്തെ വിൻഡോ വേർഷനാണ് വന്നത് 1985 കൊണ്ടുവന്നത് മൈക്രോസോഫ്റ്റ്. ലിനക്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ലിനക്സ് എന്താണ്? അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഫ്രീ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഫ്രീ ഡൗൺലോഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പറയുന്നതാണ് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന്. ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. ലിനക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 91-92 കാലത്താണ്. ലിനക്സ് ഡെവലപ്പ് ചെയ്ത ആളാണ് ലിനക്സ് ടോർവാൾഡ്സ്. ലിനക്സ് ഡെവലപ്പ് ചെയ്തത് ലിനക്സ് ടോർവാൾഡ്സ്. ലിനക്സിൻ്റെ ഭാഗ്യചിഹ്നമാണ് ടെക്സ് എന്ന പെൻഗിൻ. ലിനക്സിൻ്റെ ഭാഗ്യചിഹ്നം ഒരു പെൻഗിനാണ്. ആ പെൻഗിൻ്റെ പേരാണ് ടെക്സ്. ലോകത്തിലെ ആദ്യത്തെ ഫുള്ളി സപ്പോർട്ടഡ് 64-ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. ലോകത്തിലെ ആദ്യത്തെ ഫുള്ളി സപ്പോർട്ടഡ് 64-ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ്. ലിനക്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബോസ്, ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ്. ലിനക്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബോസിൻ്റെ ഫുൾ ഫോം ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ്. ബോസ് ഡെവലപ്പ് ചെയ്തത് സിഡാക് ആണ്. സിഡാക്കിൻ്റെ ഫുൾ ഫോം എന്താണ്? സെൻറ്റർ ഫോർ ഡെവലപ്പിംഗ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മാക്കിൻടോഷ്. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാക്കിൻടോഷ്. ലോകത്തിലെ ആദ്യത്തെ ചാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഫ്ലോക്ക് OS. ലോകത്തിലെ ആദ്യത്തെ ചാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫ്ലോക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലോകത്തിൽ ആദ്യമായി അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂണിക്സ്. ലോകത്തിൽ ആദ്യമായി അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂണിക്സ്. മൈക്രോസോഫ്റ്റിന് ആദ്യകാലത്തുണ്ടായിരുന്ന സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഡോസ്. മൈക്രോസോഫ്റ്റിന് ആദ്യകാലത്തുണ്ടായിരുന്ന സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡോസ്. ഡോസിൻ്റെ ഫുൾ ഫോമാണ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണങ്ങളാണ് വിൻഡോസ്, മാസിൻടോഷ്, ഫ്ലോക്ക് OS, യുണിക്സ്, ലിനക്സ്, ബോസ്, ഉബണ്ടു, ഫെഡോറ, മാഗിയ ആൻഡ് ഡെബിയൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ്. വിൻഡോസിൻ്റെ ആദ്യത്തെ വേർഷൻ വന്നത് 1985 വിൻഡോസിൻ്റെ ഏറ്റവും പുതിയ വേർഷനാണ് വിൻഡോസ് 11. അടുത്തത് കമ്പൈലർ.
കമ്പൈലറും ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഹൈ ലെവൽ ലാംഗ്വേജസിന് എഴുതുന്ന പ്രോഗ്രാംസുകൾ ഡയറക്റ്റ് മെഷീൻ ലാംഗ്വേജസിലേക്ക് മാറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് കമ്പൈലർ. ഹൈ ലെവൽ ലാംഗ്വേജസിൽ എഴുതുന്ന പ്രോഗ്രാംസ് ഡയറക്റ്റ് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് കമ്പൈലർ. അസംബ്ലർ എന്ന് വെച്ചാൽ അസംബ്ലി ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അസംബ്ലി ലാംഗ്വേജസിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് അസംബ്ലർ. ഇൻ്റർപ്രറ്റർ ഹൈ ലെവൽ ലാംഗ്വേജസിൽ എഴുതുന്ന പ്രോഗ്രാമുകളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലെങ്കിൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഇൻ്റർപ്രറ്റർ. ഹൈ ലെവൽ ലാംഗ്വേജസിൽ എഴുതുന്ന പ്രോഗ്രാമുകളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലെങ്കിൽ ലൈൻ ബൈ ലൈനായി മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഇൻ്റർപ്രറ്റർ. അപ്പോൾ കമ്പൈലർ, ഇൻ്റർപ്രറ്റർ, അസംബ്ലർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതെല്ലാം സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് സിലബസിൽ വരുന്ന മറ്റൊരു പാർട്ടാണ് പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് ലൈക്ക് വേർഡ് പ്രോസസ്സേഴ്സ്, സ്പ്രെഡ്ഷീറ്റ്, ഡാറ്റാബേസ് പാക്കേജസ്, പ്രസൻറ്റേഷൻ, ഇമേജ് എഡിറ്റേഴ്സ് എക്സെട്ര. ഇതെല്ലാം എന്താണെന്ന് നോക്കാം. വേർഡ് പ്രോസസ്സേഴ്സ്. വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്നത് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതായത് ഒരു പ്രത്യേക ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രോസസ്സേഴ്സ്. എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് വേർഡ്, ഓപ്പൺ ഓഫീസ് റൈറ്റർ, ലിബർ ഓഫീസ് റൈറ്റർ. MS വേർഡ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ വേർഡ് പ്രോസസ്സറാണ്. ഓപ്പൺ ഓഫീസ് റൈറ്ററും ലിബർ ഓഫീസ് റൈറ്ററും ലിനക്സ് യൂസ് ചെയ്യുന്ന വേർഡ് പ്രോസസ്സറാണ്. ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ്, എഡിറ്റിംഗ്, സേവിംഗ് ആൻഡ് പ്രിൻറ്റിംഗ് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും, എഡിറ്റ് ചെയ്യാനും, സേവ് ചെയ്യാനും, പ്രിൻറ്റ് ചെയ്യാനും സഹായിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രോസസ്സേഴ്സ്. ഫീച്ചേഴ്സ് നോക്കാം. ഈസ് ആൻഡ് സ്പീഡ്. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഈസിയർ ആൻഡ് ഫാസ്റ്റർ മെത്തേഡ് ടു ടൈപ്പ് ദ ടെസ്റ്റ് ടൈപ്പ് ചെയ്യുന്നതിനും സേവ് ചെയ്യുന്നതിനും എല്ലാം എന്താണ്, ഈസിയാണ്. വളരെയധികം സ്പീഡിൽ ഇത് ചെയ്യാൻ കഴിയും. എഡിറ്റിംഗ് ഫീച്ചേഴ്സ്. വി ക്യാൻ അപ്ലൈ ദ എഡിറ്റിംഗ് ഫീച്ചേഴ്സ് ലൈക്ക് കോപ്പിയിങ്, മൂവിങ് ആൻഡ് ഡിലീറ്റിംഗ് ദ ടെക്സ്റ്റ്. വി ക്യാൻ ഇൻസേർട്ട് പിക്ചേഴ്സ്, പേജ് നമ്പേഴ്സ്, ഹെഡർ, ഫൂട്ടർ എക്സെട്ര. ഇതെല്ലാം ഇൻസേർട്ട് ചെയ്യാൻ കഴിയും. ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സ്. ഇറ്റ് പ്രൊവൈഡ്സ് ബോണ്ട് ഫേസ്, ഇറ്റാലിക്സ്, അണ്ടർലൈന്, ഫോൺ നമ്പർ, ഫോൺ കളർ എക്സെട്ര. നമ്മൾ ടൈപ്പ് ചെയ്ത വേർഡിന് ബോണ്ട് ഫേസ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ, ഫോണ്ട് നമ്പർ, ഫോണ്ട് കളർ ഇതെല്ലാം കൊടുക്കാൻ ഇതിൽ കഴിയും. അടുത്തത് സ്റ്റോറേജ് ഫീച്ചേഴ്സ്. വി ക്യാൻ സ്റ്റോർ ദ ഡോക്യുമെൻറ്റ്സ് ഫോർ ഫ്യൂച്ചർ പർപ്പസ്. ഭാവിയിലേക്ക് വേണ്ടി നമുക്ക് ഡോക്യുമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ കഴിയും. ഗ്രാഫിക് ഫീച്ചേഴ്സ്. വി ക്യാൻ ആഡ് പിക്ചേഴ്സ്, ഡ്രോയിങ്സ് ആൻഡ് ചാർട്ട് എക്സെട്ര. ദിസ് എൻഹാൻസസ് ഓവറോൾ പ്രസൻറ്റേഷൻ. ഒരു ഡോക്യുമെൻറ്റ്സിൻ്റെ ഓവറോൾ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് പിക്ചേഴ്സും ഡ്രോയിങ്സും ചാർട്ടും എല്ലാം ആഡ് ചെയ്യാൻ നമുക്ക് കഴിയും. അടുത്തത് പ്രിൻറ്റിംഗ് ഫീച്ചേഴ്സാണ്. സേവ് ചെയ്ത ഇത് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. വൊക്കാബുലറി ആൻഡ് സ്പെൽ ചെക്ക് ഫീച്ചേഴ്സ്. നമ്മൾ ടൈപ്പ് ചെയ്തതിൻ്റെ വൊക്കാബുലറി ചെക്ക് ചെയ്യാനും സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാനും കഴിയും. മെയിൽ മെർജ് ഫീച്ചേഴ്സ്. ഇറ്റ് അലൗസ് ടു സെൻഡ് എ പീസ് ഓഫ് ടെക്സ്റ്റ് ടു മൾട്ടിപ്പിൾ അഡ്രസ്സസ്. ഒരു ടെക്സ്റ്റ് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് സെൻഡ് ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ഒരു മാര്യേജ് ഇൻവിറ്റേഷൻ കാർഡാണെങ്കിൽ സെയിം മാറ്ററാണ്, സെയിം ടെക്സ്റ്റാണ്, അത് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് സെൻഡ് ചെയ്യാൻ മെയിൽ മെർജ് ഫീച്ചറിലൂടെ കഴിയും. അപ്പം ഇതൊക്കെയാണ് വേർഡ് പ്രോസസ്സേഴ്സിൻ്റെ ഫീച്ചേഴ്സ്. രണ്ടാമത്തേത് സ്പ്രെഡ്ഷീറ്റ്സ്. Spreadsheet is an application software for computation, organization, analysis and storage of data in tabular form. ടേബിൾ ഫോർമാറ്റിൽ ഡാറ്റാസിനെ കമ്പ്യൂട്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും കഴിയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് സ്പ്രെഡ്ഷീറ്റ്. എ സ്പ്രെഡ്ഷീറ്റ് ഈസ് എ കോൺഫിഗറേഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ്. ഒരു സ്പ്രെഡ്ഷീറ്റിൽ ഒരുപാട് റോസും ഉണ്ട്, കോളംസും ഉണ്ട്. ഈ ഹൊറിസോണ്ടൽ വെക്റ്റേഴ്സിനെയാണ് റോസ് എന്ന് പറയുന്നത്, വെർട്ടിക്കൽ വെക്റ്റേഴ്സിനെയാണ് കോളംസ് എന്ന് പറയുന്നത്. സ്പ്രെഡ്ഷീറ്റിന് ഉദാഹരണങ്ങളാണ് മൈക്രോസോഫ്റ്റ് എക്സൽ, ഗൂഗിൾ ഷീറ്റ്സ്, സ്മാർട്ട് ഷീറ്റ്, ഹാൻസൻസ് ടേബിൾ, ഷീറ്റ് ഗോ എക്സെട്ര. ഇതിൽ മൈക്രോസോഫ്റ്റ് എക്സൽ അല്ലെങ്കിൽ MS എക്സൽ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എക്സൽ ക്രിയേറ്റ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ്. എക്സൽ ഇൻവെൻറ്റ് ചെയ്ത ആളാണ് ചാൾസ് സിമോയി. എക്സൽ ഇൻവെൻറ്റ് ചെയ്തത് ചാൾസ് സിമോണി.
ഇത്രയും കാര്യങ്ങളാണ് സ്പ്രെഡ്ഷീറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് ഡാറ്റാബേസ് പാക്കേജസ്. ദീസ് ആർ യൂസ്ഡ് ടു ഡിസൈൻ എ ഡാറ്റാബേസ് ഇൻ എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൽ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡാറ്റാബേസ് പാക്കേജ് യൂസ് ചെയ്യുന്നു. ഇതിന് എക്സാമ്പിളാണ് മൈക്രോസോഫ്റ്റ് ആക്സസ്, മൈക്രോസോഫ്റ്റ് SQL സെർവർ, ഫയൽ മേക്കർ പ്രോ, ഒറക്കിൾ ഡാറ്റാബേസ് ആൻഡ് DBase. It allows users to edit, modify, retrieve and manage data to perform operations. 4 തരത്തിലുള്ള ഡാറ്റാബേസ് പാക്കേജസ് ഉണ്ട്. അവ 1 ഹയറാർക്കൽ ഡാറ്റാബേസസ്, 2 റിലേഷണൽ ഡാറ്റാബേസസ്, 3 നോൺ റിലേഷണൽ ഡാറ്റാബേസസ്, 4 ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസസ്. 4 തരത്തിലുള്ള ഡാറ്റാബേസ് പാക്കേജസ് ഉണ്ട്. ഹയറാർക്കൽ ഡാറ്റാബേസസ്, റിലേഷണൽ ഡാറ്റാബേസസ്, നോൺ റിലേഷണൽ ഡാറ്റാബേസസ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസസ്. അടുത്തത് ഇമേജ് എഡിറ്റേഴ്സാണ്. ഇമേജ് എഡിറ്റേഴ്സ് അലൗസ് ഇമേജസ് ടു ബി എഡിറ്റഡ് ആൻഡ് ഓൾസോ കൺവേർട്ടഡ് ടു ഡിഫറെൻറ്റ് ഗ്രാഫിക്സ് ഫോർമാറ്റ്. ഡിഫറെൻറ്റ് ഗ്രാഫിക്സ് ഫോർമാറ്റിലേക്ക് ഇമേജസിനെ എഡിറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇമേജ് എഡിറ്റർ. ഇമേജ് എഡിറ്റേഴ്സിന് എക്സാമ്പിൾസ് അഡോബ് ഫോട്ടോഷോപ്പ്, അഡോബ് ലൈറ്റ് റൂം, ക്യാൻവ, PixLR, Capture One, etc. ഇതെല്ലാം എന്താണ്? ഇമേജ് എഡിറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്